ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പതിവ് പോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സർ ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം സർ. ഗുഡ് മോർണിംഗ് പ്രിയ. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. യെസ്, കഴിഞ്ഞ ദിവസം US വിപണിയുടെ പ്രകടനം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു US വിപണി. അതായത് തൊട്ട് മുൻപുള്ള സെഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു ലോസ് ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് US വിപണിക്ക് സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസ് 294 പോയിന്റിന്റെ നേട്ടത്തിൽ 38,997 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ നാസ്ഡാക്കും 1% നേട്ടത്തിൽ തന്നെ 16,366 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. S&P 500ഉം 1% നേട്ടത്തിൽ 5,240 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഏഷ്യൻ വിപണികളും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിക്കി 225 ഒക്കെ തന്നെ ഒരു വലിയ റിക്കവറി നമുക്ക് നിക്കി 225 കാണാൻ സാധിക്കുന്നുണ്ട്. നിക്കി 225 2% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഹാങ്സെങ് 1% നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തായ്വാൻ വെയ്റ്റഡ് 3% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കോസ്പിയിലും ശക്തമായിട്ടൊരു തിരിച്ചുവരവ് കണ്ടിരുന്നു. 2.5% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ US വിപണിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഗ്ലോബൽ വിപണിയെ സംബന്ധിച്ചും സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമ്മൾ കഴിഞ്ഞ 4 സെഷൻസിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്സിലൊക്കെ കനത്ത സെല്ലിംഗ് ആയിരുന്നു കണ്ടത്. അതിനെ തുടർന്ന് മാർക്കറ്റ് അല്പം ഓവർസോൾഡ് റീഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. സോ ഷോർട്ട് ടേം ട്രെൻഡ് എല്ലാ ഇൻഡിസസ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ആൻഡ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇതൊരു ലോ റിസ്ക് ബൈയിങ് അവസരമായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത്. ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ 39,600 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 40,000 പോയിന്റിൽ. എനിക്ക് തോന്നുന്നില്ല 40,000 പോയിന്റ് റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ 18,800, അതിനെ തുടർന്ന് 19,500 പോയിന്റിലും. എഗെയിൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ പറഞ്ഞതുപോലെ തന്നെ 19,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും ബ്രന്റ് ക്രൂഡ് അല്ലെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ആ ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ചിപ്പോൾ ബാരലിന് $76.54 എന്നുള്ള റേഞ്ചിൽ മുന്നോട്ട് പോകുന്നു. WTI ബാരലിന് $73 മുകളിലായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിൻ്റെ കേസിൽ എഗെയിൻ ഒരു ഓവർസോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. പർട്ടിക്കുലർലി ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. WTI ക്രൂഡിൻ്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് $75. $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 76, അതിനെ തുടർന്ന് $77. ഗോൾഡ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രൈ ഔൺസിന് 2,383 എന്ന റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗോൾഡിൻ്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെ കേസിൽ ഇന്നത്തെ ലെവലിൽ പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,340 നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിൽ ഒരു നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിൽ പോലും തുടർച്ചയായ 3ാം സെഷനിലും ഒരു ഇടിവോടുകൂടി തന്നെയാണ് ക്ലോസ് ചെയ്തത്. 24,000 കൈവിട്ട് 23,992 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. ഓൾമോസ്റ്റ് ഒരു 64 പോയിന്റിന്റെ ഒരു ഇടിവ് അവസാന നിമിഷത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും ഇന്നലത്തെ ഒരു സെഷനിൽ 24,382 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. US വിപണിയും ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ ആ ഒരു പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 24,400, അതിനെ തുടർന്ന് 24,600, അതിനെ തുടർന്ന് 24,800. 24,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 23,800 പോയിന്റ്സ്.
അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 343 പോയിന്റിന്റെ ഒരു ഇടിവ് അവസാന നിമിഷത്തിൽ രേഖപ്പെടുത്തി. കാര്യമായ ഒരു റിക്കവറി നിഫ്റ്റി ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 49,748 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. 50,688 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈ തുടക്ക സമയത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ പോലും ആ ഒരു നേട്ടം പിന്നീട് അങ്ങോട്ട് കൈവിടുന്ന ഒരു സ്ഥിതി നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കണ്ടിരുന്നു. നിഫ്റ്റി ബാങ്കിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ഷോർട്ട് ടേം ട്രെൻഡ് എങ്ങനെയാണ്? അപ്പോൾ തന്നെ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് അഗെയിൻ ബാങ്കിങ് മേഖലയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 2 മേജർ റെസിസ്റ്റൻസസ് ആയിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 50,900, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 51,400 പോയിന്റ്. 51,400 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി ഡിഫിക്കൽട്ട്. സ്റ്റോക്സിന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു സെഷനിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ള 1-2 സ്റ്റോക്കുകളിൽ ഒന്ന് പ്രധാനി ഗോകുൽദാസ് എക്സ്പോർട്സ് തന്നെയായിരുന്നു. ഗോകുൽദാസ് എക്സ്പോർട്സ് കഴിഞ്ഞ സെഷനിൽ 15% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 1054 എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്. ഗോകുൽദാസ് എക്സ്പോർട്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു സാറിൻ്റെ ഒരു വ്യൂ എന്താണ്, ലോങ് ടേം വ്യൂ എന്താണ്? നമുക്കിതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഗോകുൽദാസ് എക്സ്പോർട്സ് അതുപോലെ തന്നെ KPR മിൽസ് മുതലായ ടെക്സ്റ്റൈൽ സ്റ്റോക്സിലൊക്കെ ഇന്നലെ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിനെ തുടർന്ന് ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസിലായിരുന്നു ഈ സ്റ്റോക്കിലൊക്കെ നമുക്ക് ഇന്നലെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. ഗോകുൽദാസ് എക്സ്പോർട്സിൻ്റെ സ്പെസിഫിക് കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. പുതിയ ലോങ് പൊസിഷൻ ഇന്നല്ലെങ്കിൽ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആ സ്റ്റോക്ക് നേരിടുന്നുണ്ടെങ്കിൽ ആൻഡ് നമുക്ക് അറൗണ്ട് 1,000 rupees ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ടെക്സ്റ്റൈൽ സെഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ കിറ്റെക്സിന്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യുകയാണ്. കിറ്റെക്സിനെ സംബന്ധിച്ച് 17% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 246 രൂപയിലാണ് കിറ്റെക്സ് ക്ലോസ് ചെയ്തത്. കിറ്റെക്സിനെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? അഗെയിൻ കിറ്റെക്സിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം ഇന്നലത്തെ ആ ഒരു മുന്നേറ്റത്തിനെ തുടർന്ന് ഇറ്റ് ഇസ് ടേൺഡ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അറൗണ്ട് 240, 243 ആ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഇതിൻ്റെ 2 മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ 260, അതിനെ തുടർന്ന് 280 രൂപ. അതോടൊപ്പം തന്നെ KPR മില്ലിന്റെ വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPR മില്ലും 14% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 945 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. KPR മില്ല് ഇന്നലത്തെ ട്രേഡിങ്ങിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു എത്തിയത്. ഇത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 സെഷൻസായിട്ട് നമുക്ക് അറിയാം നിഫ്റ്റി ഓവറോൾ മാർക്കറ്റിൽ ഒത്തിരി ബെയറിഷ്നെസ് ഉള്ള ഒരു സമയത്തായിരുന്നു ഈ സ്റ്റോക്കിൽ ഇത്രയും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എൻട്രി ലെവൽ ബിറ്റ്വീൻ 900 and 920. അതോടൊപ്പം കഴിഞ്ഞ ദിവസം റിസൾട്ട് റിലീസ് ചെയ്തതിൽ പ്രധാനി കമിൻസ് ഇന്ത്യ ആയിരുന്നു. കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ ഒരു 33% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 419 കോടി രൂപയാണ് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എബിഡ മാർജിനും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുമാനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമിൻസ് ഇന്ത്യയുടെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ കമിൻസ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഐ തിങ്ക് ഇൻ ദ സർക്കംസ്റ്റൻസസ് കമിൻസ് ഇന്ത്യയുടെ നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. അലോങ് എക്സ്പെക്റ്റഡ് ലൈൻസ്, സർപ്രൈസസ് ഒന്നും തന്നെയില്ല. ജൂൺ ഒരു മിഡിലായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ അറൗണ്ട് 4,200 രൂപയ്ക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഈ ഒരു കറക്ഷനെ തുടർന്ന് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് 3,800 rupees. ആൻഡ് ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 3,350 രൂപയിൽ. ലെറ്റ് us just വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോ റിസ്ക് എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കുന്നതായിരിക്കും.
ബാറ്റ ഇന്ത്യയുടെ റിസൾട്ടാണ് അടുത്തത് നമുക്ക് പ്രധാനമായിട്ടും വന്നത്. ബാറ്റ ഇന്ത്യയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ ഒരു 60% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. എന്നാൽ വരുമാനത്തിൽ ഒരു മാർജിനൽ ആയിട്ടുള്ള ഡിക്ലൈൻ ആണ് കമ്പനി ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എബിഡയിലും 22% ഒരു നഷ്ടം ഇത്തവണ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എബിഡ മാർജിൻ പരിശോധിക്കുമ്പോഴും 25% നിന്നും 19% കുറയുന്ന ഒരു സ്ഥിതി ബാറ്റ ഇന്ത്യക്ക് ഈ ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാറ്റ ഇന്ത്യയുടെ റിസൾട്ട് സാറിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ലൈനിലായിരുന്നു. അതോടൊപ്പം തന്നെ ബാറ്റ ഇന്ത്യയിൽ നമുക്ക് ഒരു പൊസിഷൻ പോസിബിൾ ആണ്. ബാറ്റ ഇന്ത്യ എഗെയിൻ റിസൾട്ട്സ് എനിക്ക് തോന്നുന്നില്ല വിചാരിച്ച അത്രയ്ക്ക് വന്നു എന്ന്. ആൻഡ് ബാറ്റ ഇന്ത്യയുടെ ട്രെൻഡ് ചാർട്ട് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കാണുന്നുണ്ട്. ജൂൺ 4 ശേഷം ഈ സ്റ്റോക്ക് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിരുന്നു. ആൻഡ് കഴിഞ്ഞ 4 സെഷൻസിൽ എഗെയിൻ ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന ബിറ്റ്വീൻ 1460 1480. ഈ ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലെറ്റ് ദ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ. മറ്റൊരു പ്രധാന കമ്പനി PB ഫിൻടെക് തന്നെയായിരുന്നു. PB ഫിൻടെക്കിനെ സംബന്ധിച്ച് 60 കോടി രൂപയുടെ പ്രോഫിറ്റ് ഇത്തവണ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇത്തവണ അവർക്ക് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. വരുമാനത്തിലും 50% ഒരു മുന്നേറ്റം കുതിപ്പ് രേഖപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എബിഡയിലും ഒരു നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 50 കോടിയായിട്ട് ഇത്തവണ അവരുടെ എബിഡ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. PB ഫിൻടെക്കിൻ്റെ റിസൾട്ട് സാർ എങ്ങനെയാണ് നോക്കിക്കാണും? അപ്പോൾ തന്നെ PB ഫിൻടെക്കിൽ ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ PB ഫിൻടെക് ഐ തിങ്ക് നല്ലൊരു റിസൾട്ട് ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷത്തിൽ ലിസ്റ്റ് ചെയ്ത ഒത്തിരി ടെക്നോളജി ബേസ്ഡ് സ്റ്റോക്സിൽ നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സൊമാറ്റോ നമുക്ക് നല്ല റിസൾട്ടായിരുന്നു നൽകി. ഓൾ ടൈം ഹൈലായിരുന്നു സൊമാറ്റോ ട്രേഡിംഗ് നടത്തി വരുന്നത്. PB ഫിൻടെക്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും ജൂൺ മാസത്തിന് ശേഷം ഇറ്റ് ഈസ് ബീൻ കൺസോളിഡേറ്റിംഗ് നിയർ ദ ഓൾ ടൈം ഹൈ അറൗണ്ട് 1520 1560 ഈ ഒരു റേഞ്ചിൽ ഒരു നല്ല റെസിസ്റ്റൻസ് സോൺ കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ 1370 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1570 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം ടാറ്റ പവറിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ടാറ്റ പവർ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോഫിറ്റിനെ സംബന്ധിച്ച ഒരു മാർജിനൽ ഡിക്ലൈൻ ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിൽ ഒരു 14% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുമുണ്ട്. ടാറ്റ പവറിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ പവർ കഴിഞ്ഞ 3-4 മാസമായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ 475 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 420 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫാർമ സെക്ടറിൽ ഗ്ലാൻഡ് ഫാർമയും ഒപ്പം തന്നെ ലുബിനും തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിരുന്നു. ലുബിനെ സംബന്ധിച്ച് 78% മുന്നേറ്റം ലാഭത്തിൽ രേഖപ്പെടുത്തി. വരുമാനവും 17% മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്ലാൻഡ് ഫാർമയുടെ റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഒരു ഇടിവാണ് തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26% ഒരു ഇടിവ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിൽ ഒരു 17% മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട്. ഈ 2 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ 2 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? ഗ്ലാൻഡ് ഫാർമ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം നമുക്ക് ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ഗ്ലാൻഡ് ഫാർമ. അറ്റ് ദിസ് മൊമെൻറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും ഗ്ലാൻഡ് ഫാർമയ്ക്ക് 2240 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ട് ലെവൽസിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കണമെങ്കിൽ 2240 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ 2010 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ലൂപ്പിൻ ലബോറട്ടറിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലൂപ്പിൻ എഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. പുതിയ ലോങ് പൊസിഷൻസ് എഗെയിൻ ഇന്നത്തെ ട്രേഡിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. 1880 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
അതോടൊപ്പം സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻസ് വന്നിരുന്നത് അവർ റെനോം എനർജി സർവീസസിന്റെ 76% സ്റ്റേക്കും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യ ഗഡുവിൽ 51% സ്റ്റേക്ക് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സുസ്ലോൺ എനർജി പറഞ്ഞിരുന്നത്. വളരെ ഒരു ബുള്ളിഷ് ട്രെൻഡ് സുസ്ലോൺ എനർജിയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു സെഷനിൽ നേരെ ഒരു ഇടിവ് സുസ്ലോണിന്റെ ഓഹരികളിൽ പ്രകടമായിരുന്നു. സുസ്ലോൺ എനർജിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, സുസ്ലോണിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് മെയ് മാസത്തിൽ ഈ സ്റ്റോക്ക് അറൗണ്ട് 40 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഇത് 70 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. സോ കഴിഞ്ഞ 2 സെഷൻസിൽ വി ക്യാൻ സീ സം പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 64 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ റാഷിദ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL വ്യൂ തന്നെയാണ്. RVNL സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവിൽ 546 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. RVNL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് RVNLൻ്റെ കേസിൽ നമുക്കൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 520 രൂപയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു പുതിയ എൻട്രി ലഭിക്കണമെങ്കിൽ 580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 മേജർ റെസിസ്റ്റൻസ് 620 630. രാഹുൽ എന്ന പ്രേക്ഷകൻ CDSL വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. CDSL കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവിൽ 2292 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. CDSL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 സെഷൻസിലും നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയ 2210. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്കിൽ നമുക്ക് ബിറ്റ്വീൻ 2210 2240 റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 2440, അതിനെ തുടർന്ന് 2520. മുഹമ്മദ് ജസീൽ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IRFCയിലുള്ള വ്യൂ ആണ്. IRFC കഴിഞ്ഞ സെഷനിൽ 1.5% നഷ്ടത്തിൽ 176 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. RVNLനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞൊരു 4-5 ആഴ്ചകളായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ബിറ്റ്വീൻ RVNL ആൻഡ് IRFCയുടെ അണ്ടർ ടോണിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് 160 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ ട്രേഡിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 200, 210, 220. ഷാക്കിർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NMDCയിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവിൽ 222 രൂപയിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. NMDC അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഒരു വീക്ക്നെസ് എഗെയിൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൻ്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡിൽ ബുള്ളിഷ്നെസ് വരണമെങ്കിൽ ഈ സ്റ്റോക്ക് 240 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലൈലാൻഡിലുള്ള വ്യൂ ആണ്. അശോക് ലൈലാൻഡ് കഴിഞ്ഞ സെഷനിൽ 243 രൂപയിൽ നേരിയൊരു ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. അശോക് ലൈലാൻഡ് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 253 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 238 റുപ്പീസിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ജിയോ ഫിനിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത്. 311 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ജിയോ ഫിൻ ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ഇസ് ബെയറിഷ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും എഗെയിൻ കഴിഞ്ഞ ഒരു 5 സെഷൻസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 307 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 307ൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. പുതിയൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 340 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സന്തോഷ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ദീപക് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ദീപക് ഫെർട്ടിലൈസേഴ്സ് കഴിഞ്ഞ സെഷനിൽ 948 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ദീപക് ഫെർട്ടിലൈസർ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ
₹6 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ നേരത്തെ RVNL ആൻഡ് IRFCയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സെയിം പാറ്റേൺ നമുക്ക് റെയിൽവേ ടെല്ലും കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിൽ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഈ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 440 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു ₹40 ഇടിവും കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മധു എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിൻഡാൽ പോളി ഫിലിംസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% ഇടിവിൽ ₹731 ക്ലോസ് ചെയ്തത്. ജിൻഡാൽ പോളി ഫിലിംസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 690 നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഈ സ്റ്റോക്കിലൊരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 740, അതിനെ തുടർന്ന് 760, അതിനെ തുടർന്ന് 780. ഒരു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിലുള്ള വ്യൂ ആണ്. 2% നേട്ടത്തിൽ ₹5854 കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ബ്രിട്ടാനിയ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ₹605 ദാറ്റ് ഈസ് ദ ഓൾ ടൈം ഹൈ. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ₹5630 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ശ്രീജിത്ത് എന്ന പ്രേക്ഷകൻ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലുള്ള വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു നേട്ടത്തിൽ ₹189 ക്ലോസ് ചെയ്തത്. So IEX undertone again continues to be very bullish. Weakness ഒന്നും തന്നെ at the stage കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ₹200 ആൻഡ് മേജർ സപ്പോർട്ട് കാണുന്നത് ₹190. പുതിയ എൻട്രി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിൽ 200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ജോൺ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ വണ്ണിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% ഒരു നഷ്ടത്തിൽ ₹2051 ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഏഞ്ചൽ വണ്ണിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീക്കായിട്ട് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ കറണ്ട് ലെവൽസിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ സെൻസാർ ടെക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിൽ ₹734 ക്ലോസ് ചെയ്തത്. പ്രിയ, ആ ഒരു സ്റ്റോക്കിൻ്റെ ഡേറ്റ കിട്ടുന്നില്ല. അത് നമുക്ക് അടുത്ത സെഷനിൽ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും. മറ്റൊരു പ്രേക്ഷകൻ മസഗോൺ ഡോക്കിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു ഇടിവിൽ ₹4641 ക്ലോസ് ചെയ്തത്. സോ മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ 3 സ്റ്റോക്സിൽ നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ₹4390 കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ലെറ്റസ് വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലുള്ള വ്യൂ ആണ്. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ സെഷനിൽ ₹150 ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ സ്റ്റീലിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ വീക്ക്നെസ് ആൻഡ് ബെയറിഷ്നെസ് കാണുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ₹148 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 148 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് 5 to 10% ഇടിവ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് 160, അതിനെ തുടർന്ന് 172. മറ്റൊരു പ്രേക്ഷകൻ വരുൺ ബിവറേജസിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2.5% ഇടിവിൽ ₹1461 കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. വരുൺ ബിവറേജസ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ₹1390 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലൊരു റിക്കവറി, ഷോർട്ട് കവറിങ് ഇന്നോ അല്ലെങ്കിൽ നാളത്തെ ട്രേഡിങ്ങിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1560, അതിനെ തുടർന്ന് 1600,
ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരു പ്രേക്ഷകൻ കനറ ബാങ്കിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 0.22% ഇടിവിൽ 105 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. സോ കാനറ ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 110, 115 ഈ റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 103 രൂപ 50 പൈസയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സിലുള്ള വ്യൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 129 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ നാഷണൽ ഫെർട്ടിലൈസർ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കനത്ത സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നാഷണൽ ഫെർട്ടിലൈസർ. ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു വീക്ക്നെസ്, ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 140, 150 ഈ റേഞ്ചിൽ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 125 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രേക്ഷകൻ IREDAയിലുള്ള ലോങ് ടേം വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഇടിവിൽ 235 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IREDA അഗെയിൻ along with the rest of the market കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 218 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 260 രൂപയിൽ. ഒരു പ്രേക്ഷകൻ SBIയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. SBIയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 797 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. SBI ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് ആയ ബിറ്റ്വീൻ 840 ആൻഡ് 860 ഈ ഒരു റേഞ്ചിലെ പ്രോഫിറ്റ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 735. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ഒരു പ്രേക്ഷകൻ ആസ്റ്റർ DM ഹെൽത്ത് കെയറുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% ഒരു നേട്ടത്തിൽ 379 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ആസ്റ്റർ DM ഒരു വലിയൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ ഫേസിനെ തുടർന്ന് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 410, അതിനെ തുടർന്ന് 415, 430 ഈ 3 റെസിസ്റ്റൻസ് ആയിരിക്കും ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ശ്രീറാം ഫിനാൻസിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസ് 1.5%-ലധികം ഇടിവിൽ 2836 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ശ്രീറാം ഫിനാൻസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഷോർട്ട് ടേമിൽ കാര്യമായിട്ടൊരു വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2720 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 0.5% ഇടിവിൽ 221 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ നാഷണൽ ഫെർട്ടിലൈസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സംതിങ് സിമിലർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് 243 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കും. റിയാസ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കീർത്തി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കീർത്തി ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസത്തിൽ 5% ഒരു കുതിപ്പ് രേഖപ്പെടുത്തി 118 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി കീർത്തി ഇൻഡസ്ട്രീസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 305 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഈ സ്റ്റോക്കിൽ മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 360-ഉം അതിനെ തുടർന്ന് 370-ലും. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവസാനമായി ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷനിലുള്ള വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 6% ഇടിവിൽ 45 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓവറോൾ റിയാലിറ്റി സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീക്ക്നെസ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ 43 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, അതുകൊണ്ട് തന്നെ റിസ്ക് അല്പം അധികമായിട്ട് തന്നെ നമ്മൾ ഇതിൽ ഓർത്തിരിക്കണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്.